Okay, good afternoon all. Good afternoon everyone. Good afternoon. Hey, good afternoon. Miss. No response. Why? Good afternoon. Good afternoon. Good afternoon, Miss. Okay. Class start ചെയ്യാം. ഇന്നത്തെ ടോപ്പിക് കോൺകോഡ് ആണ്. കോൺകോഡ് എന്താണ് കോൺകോഡ്? ആർക്കെങ്കിലും അറിയാമോ കോൺകോഡ് എന്താണ്? അറിയോ കോൺകോഡ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? Subjective verb agreement. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? അതിന് കമന്റ് ചെയ്യാവോ? കേൾക്കാം. Just wait one sec. Okay, കോൺകോഡ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? Subjective verb agreement. കുറച്ച് സൗണ്ടിൽ പറയാമോ? കേൾക്കുന്നില്ല. Subjective verb agreement. Okay. ഓക്കെ, എന്താണ് കോൺകോഡ്? അല്ല, കയ്യിൽ നോട്ട് എന്തെങ്കിലും ഉണ്ടോ? കയ്യില് ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, ഇഫ് ദ സബ്ജക്ട് ഈസ് സിംഗുലർ the verb must be singular. എന്താണ്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എന്താണ്? വെർബും സിംഗുലർ ആയിരിക്കും, അല്ലെ? ഓക്കെ, ഇഫ് ദ സബ്ജക്ട് ഈസ് പ്ലൂറൽ verb must be plural, അല്ലെ? സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? വെർബും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, എഴുതുന്നുണ്ടോ? ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് പറഞ്ഞിനൊന്ന് കമന്റ് ചെയ്യാവോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല എഴുതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. കമന്റ് ചെയ്യാവോ? Okay, if the subject is singular, verb must be singular. If the subject is singular, the verb must be singular. Okay, next rule adana, if the subject is plural, verb must be plural. If the subject is plural, the verb must be plural. Okay, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ എന്താ? വെർബ് പ്ലൂറൽ ആയിരിക്കും. സബ്ജക്ട് സിംഗുലർ ആണെങ്കിലോ വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ട് മിസ്സേ. യാ, എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ എന്താണ്? സബ്ജക്ട് ഈസ് സിംഗുലർ അപ്പോ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും, അല്ലേ? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവണമെങ്കിൽ എന്താ? വെർബിന്റെ കൂടെ എന്താണ്? എസ് ആഡ് ചെയ്യണം. ഓക്കെ, എസ് ആഡ് ചെയ്യണം. സബ്ജക്ട് ഇപ്പൊ പ്ലൂറൽ ആണെങ്കിലോ വെർബിന്റെ കൂടെ എന്താണ്? എസ് ആഡ് ചെയ്യരുത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ.
ഈ ആസ്ക് എന്ന് പറയുന്നത് ആസ്ക് എഴുതിക്കോളല്ല. ആസ്ക് ചോദിക്കുക. ആസ്ക് ASK ആസ്ക് എന്ന് പറയുമ്പോ എന്താ? അതൊരു സിംഗുലർ വേർബ് ആണ് അല്ലെ? സിംഗുലർ ആണ്. ഓക്കെ. ആസ്ക്സ് ആണെങ്കിലോ ആസ്ക്സ് ASKS ആസ്ക്സ് അതെന്താണ്? പ്ലൂറൽ ആണ്. ഊരലാവും. Yeah. അപ്പൊ എങ്ങനെയാണ്? ഹി ആസ്ക്സ് അല്ലെ? ഹി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ. അപ്പോ ആസ്ക്സ് വരും. എന്തുകൊണ്ടാണ്? ഹിയുടെ കൂടെ ആസ്ക്സ് വരാം. ഹി ആസ്ക്സ്, ഷി ആസ്ക്സ്, ഷി ആസ്ക്, ഹി ആസ്ക്. ഇപ്പോ ഒരു പേരാണെങ്കിൽ എന്താണ്? ആസ്കല്. അതും ആസ്ക് വരാം. ഏത്? ഹി ആസ്ക്സ്. അത് ഹി റൺസ് ആയാലും മതി. ഹി റൺസ് ഏത്? ഹി റൺസ്. ഹിയുടെ കൂടെയും ഷീ, ഹി, ഷീ, നെയിം ഇതൊക്കെ വരികയാണെങ്കിൽ ആസ്ക്സേ വരുള്ളൂ. ഓക്കെ. നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ വേറെ പേര് ആണെങ്കിൽ റൺസ്, 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 പ്ലേസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഹി, ഷീ, പിന്നെ പെർട്ടിക്കുലർ നെയിം. ഇപ്പൊ അരുൺ റൺസ് എന്ന് പറയാം അല്ലെ? ഷീ റൺസ് എന്ന് പറയാം, ഹി റൺസ് എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ ഐ, യു എന്നാണെങ്കിലോ ഐ ആസ്ക് വരാം. ഐ ആസ്ക്, യു ആസ്ക്, അങ്ങനെയാ വരാം. ഓക്കെ. വി എന്താ വരാ? ആസ്ക് ആണ് വരാ. വി ആസ്ക് ആ യൂസ് ചെയ്യാം. എഴുതിയെടുക്കൂ. ഹി, ഷീ, അരുൺ അങ്ങനെ പെർട്ടിക്കുലർ നെയിം ആണ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്താണ്? പ്ലൂറൽ വേർബ് ആണ് വരിക. ഓക്കെ. അതായത് എസ് ആഡ് ചെയ്ത വേർബ്. ക്ലിയർ ആണോ എല്ലാവർക്കും? എഴുതിയോ എല്ലാവരും? മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? ഓക്കെ. അപ്പൊ ഹി, ഷീ പെർട്ടിക്കുലർ നെയിം ആണ് വരുന്നെങ്കിൽ അവിടെ എന്താണ്? പ്ലൂറൽ ആണ് ഉപയോഗിക്കുക. അതായത് എന്തോ ഈ ഷീറ്റ് സിംഗുലർ അല്ലേ വരുവാ? സൗണ്ട് തീരെ കുറവാ. ഓക്കെ. അടുത്ത എഴുതിക്കോളൂ. ഇപ്പോ ഐ, യു, ദേ, വി ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. ഐ, യു, ദേ, വി ഒക്കെ ആണെങ്കിൽ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ഇപ്പോ എന്താണ്? രാജു ആൻഡ് രാധ എന്നൊക്കെ പറയുമ്പോഴും അവിടെ എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. രാജു ആൻഡ് രാധ എന്ന് പറയുമ്പോഴും അവിടെ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. എഴുതിയില്ല എല്ലാവരും? ദെൻ നോക്കിയേ. ഇപ്പോ ഈസ് ആറില്ലേ? അപ്പോ ഈസിന്റെ കൂടെ എന്താണ്? സിംഗുലർ വേർബ് വരാം, സിംഗുലർ സബ്ജക്റ്റ് വരാം. ഓക്കെ. ഹി ഈസ് എന്താ വരാം? യു ആർ, ദേ ആർ, അങ്ങനെയാ വരാം അല്ലേ? അതെല്ലാവർക്കും അറിയാമല്ലോ. ഹീസ്, ഐ ആം, യു ആർ, ദേ ആർ, വി ആർ അല്ലെ? അങ്ങനെയൊക്കെയാ വരാം. എല്ലാവർക്കും അറിയാം. അപ്പൊ വാസും വേർ ആണെങ്കിലോ ഐ വാസ്, ഷി വാസ്, ഹി വാസ്, ഇറ്റ് വാസ് അല്ലെ? അങ്ങനെയല്ല വരാം. വേറാണെങ്കിലോ യു വേർ, ദേ വേർ, വി വേർ. ഇപ്പോ രാജു ആൻഡ് രാധ വേർ അങ്ങനെയാ വരാം. അതൊക്കെ പാസ്റ്റ് ആണ്. ഓക്കെ. പാസ്റ്റിൽ വരുമ്പോ വാസ് എപ്പോഴേക്കാ ഉപയോഗിക്കുക? ഐ, ഷീ, ഹി, ഇറ്റ് അല്ലെ? വേറാണെങ്കിലോ വേറെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ വേറാണെങ്കിലോ
യു ദേ വി You, they, we. അല്ലേ? യു ദേ യു വി അതൊക്കെ വേറെ യൂസ് ചെയ്യും. ഇപ്പോ പെർട്ടിക്കുലർ ഇപ്പോ രാജു ആൻഡ് രാധ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേറെ യൂസ് ചെയ്യാം അല്ലെ. അത് പാസ്റ്റ് ആണെങ്കിൽ വേറെ യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ എഴുതിയേ, എക്സാമ്പിൾ എഴുതിക്കോളൂ. ഇപ്പോ ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ അല്ലെ. ഗോൾഡ് എന്ന് പറയുന്ന ഒരെണ്ണ ഉള്ളൂ, അതുകൊണ്ട് അവിടെ ഈസ് വന്നു അല്ലെ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുമ്പോ എന്താ അവിടെ ഈസ് ആണ് വന്നത്. കാരണം എന്താണ്, ഗോൾഡ് എന്ന് പറയുന്ന ഒരു തിങ് ആണ് അല്ലെ. അതിനു വേണ്ടി അവിടെ എന്താ ഈസ് ആണ്, സിംഗുലർ ആണ്, അതുകൊണ്ട് ഈസ് ഉപയോഗിച്ചു. ഇപ്പൊ ഗോൾഡ് ആൻഡ് സിൽവർ ആർ അല്ലെ. ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആറാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? Okay, miss. അപ്പൊ ഹി ആൻഡ് ഐ എങ്ങനെ വരുമ്പോ എന്താ വരാ, ആറാണ് യൂസ് ചെയ്യുക അല്ലെ. ഹി ആൻഡ് ഐ ആർ പ്ലേയിങ്. അതുപോലെ തന്നെ ഒരു റൂൾ ആണ്, എഴുതിക്കോളൂ. ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്. ആസ് വെൽ ആസ്, ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത്. ഇതിന്റെ കൂടെയൊക്കെ അപ്പോ എന്തെങ്കിലും വേർബാണ് പറഞ്ഞെങ്കിൽ അതെപ്പോഴും സിംഗുലർ ആയിട്ടേ പരിഗണിക്കുള്ളൂ. ഓക്കെ, ആസ് വെൽ ആസ്, വിത്ത്, എലോങ് വിത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവിടെ സിംഗുലർ വേർബാണ്, സിംഗുലർ വേർബ് ആയിട്ടാണ് പരിഗണിക്കുക. എക്സാമ്പിൾ എഴുതിയേ. റോഹൻ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്. റോഹൻ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് കം. Rohan as well as his friends has come. രോഹനും കൂട്ടുകാരും വന്നിട്ടുണ്ട് അല്ലെ. രോഹനും കൂട്ടുകാരും വന്നിട്ടുണ്ട്. അപ്പോഴെന്താണ് അവിടെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലൂറലാണെന്ന് വിചാരിക്കും അല്ലെ. പക്ഷെ തെറ്റാണ്. കാരണം എന്താണ്, അവിടെ ആസ് വെൽ ആസ് വന്നത് കൊണ്ട് അതൊരു സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ ആസ് വെൽ ആസും വിത്ത്, എലോങ് വിത്ത് എന്നൊക്കെ വരികയാണെങ്കിൽ അതെന്താണ്, സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എഴുതാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫുഡ്. ബ്രെഡ് ആൻഡ് ബട്ടർ. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണല്ലേ. അപ്പൊ ഈ കോമ്പിനേഷൻസ് ഒക്കെ വന്നാൽ അതും സിംഗുലർ ആണ്. അതുകൊണ്ടാണ് അവിടെ ഈസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫുഡ്. അതുകൊണ്ടാണ് അവിടെ ഈസ് യൂസ് ചെയ്തത്. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കോളൂ. നൈദർ ഓഫ് ദം എഴുതുന്നില്ല എല്ലാവരും, എഴുതിക്കൊണ്ടോ. നൈദർ, നൈദർ ഓഫ് ദം, നൈദർ NEITHER, നൈദർ ഓഫ് ദം dash invited to the party. Neither of them dash invited to the party. ഇവിടെ ഏതാ വരാ? ആൻസർ ചെയ്യാവോ, കമന്റ് ചെയ്യാവോ? എന്താ വരാ, ആൻസർ എന്താ വരാ? Neither of them dash invited to the party. ആൻസർ എന്താ വരാ? ആൻസർ എന്താ വരാ, പറയൂ.
ഓക്കെ, എഴുതിക്കോളൂ, അതിന് താഴെ എഴുതിക്കോളൂ. ഐദർ ഐദർ ഇ ഐ ഇ ഇ ഐ ടി എച്ച് ഇ ആർ ഇ ഐ ടി എച്ച് ഇ ആർ ഐദർ, neither, neither, each, each, everyone, everyone, every day, every day, everybody, every day, everybody, somebody, somebody, someone, someone, anybody, anybody, anyone, nobody, no one, none, none, N-O-N-E, none. ഇവയൊക്കെ സെന്റൻസിൽ കണ്ടാല്, ഇവയൊക്കെ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യൻസിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്താണ്? സിംഗുലർ ആയിരിക്കും. ഓക്കെ, സിംഗുലർ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തപ്പോ ആൻസർ എന്താ? neither of them dash invited to the party. ആൻസർ പറയാവോ? പറയൂ, ആൻസർ പറയൂ. neither of them dash invited to the party. ആൻസർ എന്താണ്? അവിടെ സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്താ ആൻസർ? എന്താ വരാ? വാസാണോ? വാസ് ആണ്. ഓക്കെ, വാസ് ആണ്. സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ എന്താണ്? വാസ് ആണ് യൂസ് ചെയ്യാ. ഓക്കെ, neither of them was invited to the party. അടുത്ത എക്സാമ്പിൾ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതൂ. either 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 the parents or either the parents or the boy, either the parents or the boy dash in this affair, 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 either the parents or the boy dash in the affair. അവിടെ എന്താ? കുറച്ച് ഓപ്ഷൻസ് എഴുതിക്കോളൂ. ഓപ്ഷൻ എ ഈസ് ടു ബ്ലെയിം, ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക, ബ്ലെയിം, BLAME, ബ്ലെയിം. BLAME, is to blame. Option A is to blame. Option B are to blame, are to blame. Option C were to blame, were, WERE, were to blame, were to blame. Option D was to blame, was to blame. ആൻസർ എന്താ ഇവിടെ വരാ? പറയൂ, To blame. ആൻസർ എന്താ വരാ? ഐദർ വന്നാൽ എന്താ ആൻസർ? ഏതായിരിക്കും? Singular ആയിരിക്കും. പറയൂ. Singular ആയിരിക്കും. സിംഗുലർ ആണ്. അപ്പൊ ആൻസർ ഏതാണ്? Was to blame. ഓപ്ഷൻ എ ആണ്, ഈസ് ടു ബ്ലെയിം ആണ്. either the parents or the boy is to blame in this affair. ഈസ് ടു ബ്ലെയിം ആണ് ആൻസർ. ഓക്കെ,
അടുത്തൊരു എക്സാമ്പിൾ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതൂ. Either you or she, either you or she dash got the box. Either you or she dash got, G-O-T, got the box. Got the box. Option A, have, has, does not, had, have, has, had, does not. Answer ഏതാ? Has ആണോ miss? ആൻസർ ഏതാണ്? അവിടെ ഹാസ് ആണ് ആൻസർ. കാരണം എന്താണ്? അത് പറഞ്ഞില്ലേ സിംഗുലർ ആണ്, അപ്പൊ സിംഗുലർ ആയിട്ടേ കാണുള്ളൂ. അപ്പൊ എന്താണ് അവിടെ ഹാസ് ആണ് വരാ അല്ലെ? ഹാസ് സിംഗുലർ ആണ് അല്ലെ? ഷി ഹാസ്, ഹി ഹാസ് അല്ലെ? അങ്ങനെ ഉപയോഗിക്കുക ഹാസിനെ. അപ്പൊ എന്താണ്? അത് ഹാസ് ആണ്. ഷീ, അപ്പോൾ ഷീ മാത്രമേ പരിഗണിക്കുക. അപ്പൊ ഷി ഹാസ്. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ എഴുതൂ. One of my sisters dash married. One of my sisters dash married. One of my sisters dash married. Option ഏതാ? Where, W-E-R-E, where, W-E-R-E, where is, have, are. Where is, have, are, A-R-E-R. Answer ഏതാ? One of my sisters എന്നാ പറയുന്നത്. One of my sisters is ആണ്. കാരണം എന്താണ്? One of my sister, ഏതെങ്കിലും ഒരു സിസ്റ്റർ എന്നാ പറയുന്നത്. അപ്പൊ ഒരാളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാളായതുകൊണ്ട്, അത് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എന്താണ്? ഈസ് ആണ് വരിക. ഓക്കെ, വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഈസ് മാരീഡ്. ഓക്കെ, ക്ലിയർ? Then bread and butter dash good for breakfast. Dash good for breakfast. Bread and butter dash good for breakfast. Option ഏതാ? ഓപ്ഷൻ ഏതാണ്ട് ആൻസർ പറയാമോ? ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നാലും അവിടെ സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഒരു ആൻസർ? ഈസ് ആണ് വരാ. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലെ? ഗുഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈസ് ആണ് വരാ. അതുപോലെ തന്നെ വൺ ഓഫ് മൈ കസിൻസ് ഡാഷ് ഇൻ അമേരിക്ക. One of my cousins dash in America. One of my cousins dash in America. Answer എന്താ? Is ആണ്. കാരണം അത് സിംഗുലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോളൂ. Physics dash branch of science. Physics dash branch of science. Physics is dash branch of science. ഇവിടെ എന്താ വരിക? ഈ ഫിസിക്സ് ഇങ്ങനെ സബ്ജക്റ്റ് കാണുകയാണെങ്കിൽ അവിടെ സിംഗുലർ ആണ്. ഓക്കെ, സബ്ജക്റ്റ് വന്നാൽ എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്താ വരാ? ഈസ് ആണ്. ഓക്കെ, അപ്പൊ
അടുത്ത എഴുതൂ. The news. The news. News means വാർത്ത. The news dash not good to pass. The news dash not not good GWD to pass. PASS. The news dash not good to pass. ഇവിടെ ന്യൂസ് എന്നൊക്കെ കാണുകയാണെങ്കിൽ എന്താ, അത് സിംഗുലർ ആണ്. ന്യൂസ് ഒക്കെ വന്നാല് അത് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്താ വരാ? ഓക്കെ. അടുത്ത എക്സാമ്പിൾ എഴുതൂ. One of the pupils. One of the pupils. Pupil. PUPILS. Pupils. One of the pupils dash selected the competition. Dash selected the competition. One of the pupils dash selected the competition. ഇവിടെ ഏതാ വരാ? ആൻസർ ഏതാ? ഈസ് ആണ്, സിംഗുലർ ആണ്. സോ ഈസ് ആണ്. അടുത്ത എഴുതിക്കോളൂ. നീതു as well as Needu as well as Needu as well as her friends. Needu as well as her friends dash honored. Dash honored. Honored spelling HONORED. HONOURED. Needu as well as her friends dash honored. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഹാസ്. ആൻസർ എന്താ? ഹാസ്. ഈസ് ആണ്. കാരണം എന്താണ്, ഇവിടെ ആസ് വെൽ ആസ് അല്ലെ, ആസ് വെൽ ആസ് ഒക്കെ വന്നാൽ എന്താണ്, അത് സിംഗുലർ ആയിരിക്കും. അപ്പൊ ഈസ് ആണ് ആൻസർ. Two kilos potatoes. 2 kilos potatoes. Potato. ഉരുളക്കിഴങ്ങ്. 2 kilos potatoes dash nothing to carry. 2 kilos potatoes nothing dash nothing to carry. അവിടെ എന്തായിരിക്കും വരാ? 2 kilos potatoes nothing to carry. ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് പറയാം. have, where, where is. എന്താ വരാ? എഴുതിക്കോളൂ. ദൂരം, സമയം, അളവ്. കിലോമീറ്റേഴ്സ്, ടൈം, ക്വാളിറ്റി. ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ വരില്ലേ, കിലോഗ്രാം, അളവൊക്കെ വരില്ലേ, അങ്ങനെ വരികയാണെങ്കിൽ അതെല്ലാരും സിംഗുലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതായിരിക്കും?
Is ആണ്. Okay. The scissors, കത്രിക, scissors, SCISSORS, scissors. The scissors dash very sharp, Is. Is are has where, is are has where. ഏതായിരിക്കും ആൻസർ? Is. The scissors dash very sharp. ആൻസർ ഏതാ? ആൻസർ ഏതാ? സിസേഴ്സ് എപ്പോഴും പ്ലൂറൽ ആണ്. ഓക്കെ, അത് കത്രിക ഒരെണ്ണേ ഉള്ളെങ്കിലും സിസേഴ്സ് എപ്പോഴും കത്രിക എന്താണ്, ഒരു പ്ലൂറൽ ആണ്. കാരണം കത്രികക്ക് രണ്ട് ഭാഗമില്ലേ, രണ്ട് പോർഷൻസ് ഉള്ളതുകൊണ്ട് അത് എപ്പോഴും പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയിട്ട് കണക്കാക്കുക. അപ്പൊ സിസേഴ്സ് ആറാണ് വരിക, ആർ, ഈസ് അല്ല, ആറാണ് വരിക. ഓക്കെ, സിസേഴ്സ് ആർ. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രൗസേഴ്സ് അല്ലേ, ട്രൗസേഴ്സ്, പാന്റ്, അതൊക്കെ രണ്ട് പോർഷൻസ് അല്ലേ ഉണ്ടാവുക, രണ്ട് ഭാഗങ്ങളില്ലേ, അതെല്ലാം എന്താണ്, പ്ലൂറൽ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആറാണ് വരിക, പ്ലൂറൽ ഫോം ആണ്. അതുപോലെ ഈച്ച്, എവരി, അതൊക്കെ വരുമ്പോ എന്താണ്, സിംഗിൾ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കിലോഗ്രാം, കിലോമീറ്റർ, ടൈം എന്നൊക്കെ പറയുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കും അല്ലെ. പിന്നെ ആസ് വെൽ ആസ്, വിത്ത്, അലോങ് വിത്ത്, ഇതൊക്കെ വരുമ്പോഴെന്താണ്, അതും സിംഗുലർ ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ എഴുതിയേ. മൈ അങ്കിൾ ആൻഡ് my uncle and my guardian, my uncle and my guardian, my uncle and my guardian dash come, my uncle and my guardian dash come. My uncle and my guardian dash come. Options എഴുതിക്കോളൂ. has, have, are, has, have, are, where. has, have, are, where. ആൻസർ ഏതാ? Are. ആൻസർ ഏതാ? മൈ അങ്കിൾ ആൻഡ് മൈ അല്ലെ, രണ്ട് പ്രാവശ്യം മൈ ഉപയോഗിച്ചു. അതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അതൊരു പ്ലൂറൽ ആയിരിക്കും. രണ്ട് പേര് അവിടെ ഉദ്ദേശിക്കേണ്ടി വരും. മൈ അങ്കിളും മൈ ഗാർഡിയനും അല്ലെ, രണ്ട് പേരുണ്ട്. അപ്പൊ എന്താണ്, പ്ലൂറൽ ആണ്. ആ പ്ലൂറൽ അപ്പൊ അവിടെ എന്ത് വേണം ഉപയോഗിക്കുക? അപ്പൊ ഡാഷിനോട് എന്താ ഉപയോഗിക്കുക പ്ലൂറൽ ആകുമ്പോ? ഹാവ് അല്ലെ, ഹാവ് ആണ് യൂസ് ചെയ്യുക. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ ഹാവ് കം അല്ലെ, ഹാവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, രണ്ട് പേരുണ്ട് അല്ലെ, മൈ അങ്കിൾ മൈ ഗാർഡിയൻ, രണ്ട് പേരുണ്ട്, അതുകൊണ്ട് ഹാവ് ആണ് യൂസ് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ എഴുതിയേ. മൈ ഫ്രണ്ട് ആൻഡ് നൈബർ, മൈ ഫ്രണ്ട് ആൻഡ് നൈബർ my friend and neighbor dash come. My friend and neighbor dash come.
ആൻസർ ഏതാ? അവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മൈ ഫ്രണ്ട് ആൻഡ് നൈബർ ഡാഷ് കാർ. പ്ലൂരൽ. പ്ലൂറൽ. പ്ലൂറൽ അല്ല, സിംഗുലർ ആണ്. സിംഗുലർ. സിംഗുലർ ആണ്. രണ്ട് മൈ അവിടെ യൂസ് ചെയ്തോ? ഇല്ല. അങ്ങനെ ചിന്തിക്കും? ഇല്ല. കുറച്ച് ട്രിക്കിയിലായിട്ട് രണ്ട് മൈ വരുമ്പോഴാണ്. രണ്ട് മൈ യൂസ് ചെയ്യണമെങ്കിൽ അത് പ്ലൂറൽ ആണ്. ഒരു മൈ ആണ് യൂസ് ചെയ്യുന്നത് സിംഗുലർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഏതാ വരാ? ഡാഷിന് അവിടെ ഏതാ വരാ? ഹാവ് ആണോ ഹാസ് ആണോ? സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാസ് ആ വരെ. ക്ലിയർ? ഇപ്പോ എന്താ റൺ, ഓടുക, റൺ. റൺ എന്ന് പറഞ്ഞത് സിംഗുലർ വെർബ് ആണോ പ്ലൂറൽ വെർബ് ആണോ? റൺ. പ്ലൂറൽ വെർബ്. റൺ എന്ന് പറഞ്ഞത് സിംഗുലർ വെർബ് ആണോ പ്ലൂറൽ വെർബ് ആണോ? പ്ലൂറൽ വെർബ്. പ്ലൂറൽ വെർബ് ആണ്. അത് സിംഗുലർ ആകണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എസ് ചേർക്കണം. എസ് ആഡ് ചെയ്യണം. റൺ എന്ന് പറയുന്നത് പ്ലൂറലും റൺസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഹി ഷീ ഇറ്റ് എന്നൊക്കെ വന്നാല് ഏത് വെർബാണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ. സിംഗുലർ ആണ്. അപ്പൊ സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കണം. എസ് ആണ് അല്ലെ? ഷീ റൺസ് അല്ലെ? ഷീ റൺസ് എന്ന് പറയണം. ദേ ആണെങ്കിലോ? ദേ, യു, ഐ ഒക്കെ ആണെങ്കിൽ ഐ യു വി, ദേ ആണെങ്കിൽ റൺ അല്ലെ? റൺ എന്ന് മാത്രം ഉപയോഗിക്കാം അല്ലെ? ക്ലിയർ ആയില്ലേ? നമ്മൾ പറഞ്ഞില്ലേ സിസേഴ്സ് പറഞ്ഞില്ലേ? സിസേഴ്സിന്റെ കൂടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ. സിസേഴ്സ്, then spectacles. Spectacles എഴുതിക്കോളൂ. സിസേഴ്സ്, spectacles, spectacles, SPCTACLES. സ്പെക്ടാക്കിൾസ് എന്താ? കണ്ണട. കണ്ണട, സ്പെക്ടാക്കിൾസ്. അപ്പോ സിസേഴ്സ്, സ്പെക്ടാക്കിൾസ്, പില്ലേഴ്സ്, തലോണ, പില്ലർ, PILLER, പില്ലേഴ്സ്, PILLERS, പില്ലേഴ്സ്. Then trousers പറഞ്ഞാലേ trousers, pant, jeans. അതൊരു പാന്റിനെ കണ്ടിപ്പണ എന്തും. ഓക്കെ, പാന്റ്, ട്രൗസർ, ജീൻസ്, പൈജാംസ് അല്ലെ? പിന്നെ ഷൂസ്, സോക്സ്, പിന്നെ ഗ്ലൗസ്, scissors, spectacles, pillars, trousers, pant, jeans, pyjamas, shoes, socks, gloves, പിന്നെ binocular, binocular, BINOCULARS,
binoculars. ഓക്കെ, ഇതിന്റെ ഒക്കെ കൂടെ എന്താണ് പ്ലൂറൽ ആയിരിക്കും എപ്പോഴും വരാം. എഴുതി വെക്കുക, അതിന്റെ കൂടെ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും വരാം. ഈ സെന്റൻസിലെ ക്വസ്റ്റ്യൻസിൽ ഇത്രയും വേർഡ്സ് കണ്ടാൽ അത് എപ്പോഴും പ്ലൂറൽ ആണെന്ന് ചിന്തിക്കുക. ഓക്കെ, the spectacles are missing അല്ലേ? The spectacles are missing. അപ്പൊ ആറാ വരെ കാരണം പ്ലൂറൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ ക്ലോത്ത്, പാന്റ് ഒക്കെ അല്ലാണ്ട് കുറെ വേറെ ക്ലോത്ത് ഒക്കെ പറയില്ലേ, ക്ലോത്ത്, ചുരിദാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ക്ലോത്ത്, ഫുഡ്, ഫർണിച്ചർ, പിന്നെ ക്രോക്കറി ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, അതൊക്കെ പറയുമ്പോൾ അതൊക്കെ സിംഗുലർ ആയിരിക്കും. ഇതൊക്കെ കുറച്ച് റൂളാണ്, കോൺവെർട്ടിന്റെ കുറച്ച് റൂൾസ് ആണ് അതൊക്കെ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താ ക്ലോത്ത്, സ്റ്റേഷനറീസ്, ക്രോക്കറീസ്, അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ഫുഡ്, ഫർണിച്ചർ, അതൊക്കെ വന്നാൽ എന്താണ് സിംഗുലർ ആണ്. അതുപോലെ തന്നെ ബോത്ത്, ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ, ഇതൊക്കെ വന്നാൽ എന്താണ് അതും എന്താണ് പ്ലൂറൽ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെ വന്നാൽ എന്താ പ്ലൂറൽ ആണ്. ബോത്ത്, എ ഫ്യൂ, സെവറൽ എന്നൊക്കെ വന്നാൽ എന്താണ് പ്ലൂറൽ ആയിരിക്കും. എഴുതിയോ? എക്സാമ്പിൾ എഴുതി, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. each of these producers dash his own advantages. Dash his own advantages. Each of these producers dash his own advantage. His own advantage. Has and have ആണ് വരിക. Each of these producers dash his own advantages. Has and have ആണോ? ആൻസർ ഏതാ? ഹാസ്. പറയൂ, നിങ്ങൾ പറയും, ഇങ്ങോട്ടും കേൾക്കുന്നില്ല. അറിയോ, ഉറക്കെ പറയാവോ? ഹാസ്. ഹാസ് ആണ്, സിംഗുലർ ആണ്. ഈച്ച് അല്ലെ, ഈച്ച് വന്നപ്പോൾ എന്താണ് സിംഗുലർ ആണ്. അല്ലാതെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പ്ലൂറലാന്ന് വിചാരിക്കരുത് കേട്ടാ. കാരണം അവിടെ ഈച്ച് ഉണ്ട്, ഈച്ച് ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും സിംഗുലർ ആ വരാ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഹാസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 10 miles. 10 miles. 10 miles. MILES. 10 miles dash long distance. 10 miles dash long distance. ഇവിടെ ആൻസർ ചെയ്താ വരാ? ഈസ് ആണോ ആറാണോ? ഈസ്. ആണ്. ഓക്കെ, ദൂരം അല്ലെ, മൈൽസ് എന്നൊക്കെ പറയുമ്പോൾ സിംഗുലർ ആണ്. സോ ഈസ് ആണ്. നെക്സ്റ്റ് many a student dash hard to pass his entrance exam. Hard, HARD, hard to pass his entrance exam.
ഈ മെനി ഒക്കെ വന്നാൽ എന്താണ് പറഞ്ഞേ? പ്ലൂറൽ സിംഗുലർ. സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ എന്താ വരാ? ഈസ്. ട്രൈ ആണോ ട്രൈസ് ആണോ? ട്രൈ ഓർ ട്രൈസ്? ട്രൈസ് ട്രൈ. ട്രൈസ് ട്രൈസ്. ട്രൈസ് ആണ് അല്ലെ? ട്രൈസ് ആണ്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ്, the furniture in his house. The furniture in his house dash impressive. The furniture in his house dash impressive. Look ആണോ looks ആണോ? Look or looks? ലുക്ക് ലുക്സ്. ലുക്ക് Looks Looks. ആണ്. അതെ, ഫർണിച്ചർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അതുകൊണ്ട് ആൻസർ ലുക്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, few students dash present in the class today. Few students dash present in the class today. Is ആണോ R ആണോ? ആറ് R ആണ് അല്ലെ? few എന്നൊക്കെ വരുമ്പോൾ അതെന്താണ്? പ്ലൂറൽ ആണ്. Plural. Yeah. പ്ലൂറൽ അപ്പൊ അവിടെ ആൻസർ R ആണ്. ഓക്കെ. Next, Sam, my best friend, dash leaving for UK next week. Sam, my best friend, dash leaving for UK next week. Is ആണോ R ആണോ? Is ആണോ R ആണോ? ഈസ്. Is ആണ്. ഓക്കെ, സിംഗുലർ ആണ്. സോ ഈസ് ആണ്. കോൺകോഡ് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്? പറയുമോ? കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ അടുത്ത ക്ലാസ്സില്? കോൺകോഡ് മനസ്സിലായോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. കോൺകോഡ് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ വന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കിയാലോ? ചെയ്യാം. ഇപ്പോ അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ കൂടെ എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആ വരുന്നെങ്കിൽ സിംഗുലർ ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറെ റൂൾസ് പഠിച്ചില്ലേ? ആ റൂൾസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടാലും മനസ്സിലാവും. അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തതൊക്കെയാണ് വരുന്നതെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? all the milk dash seat. All the milk dash seat. Is ആണോ R ആണോ വരാ? സോറി, ഈസ്. വാസ് ആണോ വേറെ വരാ? വാസ്. വാസ് ആണ്, സിംഗുലർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, all the students dash present. All the students dash present. Was ആണോ where ആണോ? All the students dash were present. Was ആണോ where ആണോ? എണ്ണാൻ പറ്റുമോ അത്? എണ്ണാൻ പറ്റുമോ? അപ്പൊ എന്താണ് ഇവിടെ വരാ? കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ ആണ്. അപ്പൊ വാസ് ആണോ where ആണോ? വേർ ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ വേർ ആവില്ല. അപ്പൊ അത് ക്ലിയർ അല്ലേ? മെനി, എ ഗുഡ് മെനി എന്നൊക്കെ പറയുമ്പോ ഒന്ന് പ്ലൂറൽ ആണ്. ഓക്കെ, എക്സാമ്പിൾ വേണോ ഇനി? അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ നോക്കണോ? ഒന്ന് പറയോ? അൺകൗണ്ടബിളിന് കുറച്ചുകൂടെ എക്സാമ്പിൾ പറയൂ.
അൺകൗണ്ടബിൾ നൗണിന് എക്സാമ്പിളോ? None of the students dash their assignments. None of the students dash their assignments. Option either has done, have done, has done, have done, does do, was do. Answer either. None of the students എന്ന് പറയുമ്പോ അത് കൗണ്ടബിൾ ആണ്. നമുക്ക് എണ്ണാൻ പറ്റും. നമുക്ക് എണ്ണാൻ പറ്റുന്നത് എന്തും കൗണ്ടബിൾ നൗൺ ആണ്. എണ്ണാൻ പറ്റാത്ത എന്തൊക്കെയാണ്? മിൽക്ക്, വാട്ടർ, എയർ, പിന്നെ എന്തൊക്കെയാ, റൈസ്, പിന്നെന്താ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കൗണ്ടബിൾ ആണ്. എണ്ണാൻ പറ്റുമല്ലോ, നമുക്ക് ഓരോ സ്റ്റുഡൻസ് ഒക്കെ എണ്ണാലോ, അല്ലേ? അപ്പൊ ഇതൊക്കെ കൗണ്ടബിൾ ആണ്. അപ്പൊ ഇവിടെ എന്റെ ആൻസർ എന്താ വരാ? ഹാസ് ഡൺ, ഹാവ് ഡൺ, ഡസ് ഡു, വാസ് ഡു. ഏത് ആൻസർ വരാ? സോ ഇത് പ്ലൂറൽ ആണ്. അപ്പൊ എന്താ വരാ? ഹാവ് ഡൺ. ഹാവ് ആണ് വരാ. ഹാവ് അല്ലെ? ഹാവ് ഡൺ. അപ്പൊ ക്ലിയർ ആയോ? കൗണ്ടബിൾ അൺകൗണ്ടബിൾ ക്ലിയർ ആയോ? മനസ്സിലായോ? ആയി. ആയി. ഇനി അടുത്ത ക്ലാസ്സിൽ എന്താ നോക്കണ്ടത് നിങ്ങൾക്ക്? ഇതിന്റെ എക്സാമ്പിൾസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് ടോപ്പിക്കാണ് നോക്കട്ടെ? നിങ്ങൾ പറയണെങ്കിൽ അതുപോലെ ചെയ്യാം. പറയൂ. പ്രിപ്പോസിഷൻ നോക്കിയാൽ മതിയോ അടുത്ത ക്ലാസ്സില്? ഓക്കെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കുറച്ച് കോൺകേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലാണ് പ്രിപ്പോസിഷനോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എടുക്കുന്നത്? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ. മിസ്സൈലെ ഫസ്റ്റ് സിംഗുലർ പ്ലൂറലിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അത് ഐദർ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പറയൂ, ഏതൊക്കെ വരുന്നെന്ന്? സിംഗുലറും പ്ലൂറലും വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇതിന് നോട്ട് ആവശ്യമുണ്ടോ? ഒരു ഷോർട്ട് നോട്ട് പോലെ എന്തെങ്കിലും നോട്ട് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്, ഷോർട്ട് നോട്ട്, എവിടെയൊക്കെ സിംഗുലർ ഉപയോഗിക്കണം, എവിടെയൊക്കെ പ്ലൂറൽ ഉപയോഗിക്കണം, ഞാൻ ഷോർട്ട് ആയിട്ട് ഒരു നോട്ട് നിങ്ങൾക്ക് തരാം. അത് മതിയില്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോൺവേർഡ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇംഗ്ലീഷിന് ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ആയ പോർഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ തുടർച്ച തന്നെ എടുത്താൽ മതിയോ? കോൺവേർഡ് അത് ഓക്കെ, കണ്ടിന്യൂഷൻ എടുക്കാം. വേറെ ഏതെങ്കിലും പോർഷൻസോ ഡൗട്ട് എന്തെങ്കിലും ഉള്ളതുണ്ടാവോ? നിങ്ങൾ പുതിയ സ്റ്റുഡൻസ് ആണോ? ദിവ്യ പുതിയ സ്റ്റുഡൻസ് ആണോ? 1 year ആവാറായി. പക്ഷെ എനിക്ക് സുനിൽ സാറിന്റെ ക്ലാസ് ഫുള്ളായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഏതൊക്കെ പോർഷൻസ് ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് എക്സാം എടുക്കില്ലേ? അടുത്ത മാസം എന്തോ എക്സാം ഇല്ലേ? ഉണ്ട്. അപ്പോ നിങ്ങൾ നോക്കുക ഏതൊക്കെ പോർഷൻ ആണ് ടഫ് ആയിട്ടുള്ളതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കവർ ചെയ്ത് പോകാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോൺവേർഡ് നമുക്ക് നോക്കാം. കോൺവേർഡ് ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചറിയാൻ നിങ്ങൾക്ക് ഒരു നോട്ടായിട്ട് വേണ്ടി തരാം. ഓക്കെ ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.